എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ നേരിട്ടത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിന്റെ പാടുകളും കണ്ടെത്തി. ജനനേന്ദ്രിയത്തിലടക്കം പരിക്കുണ്ട്. അറസ്റ്റിലായ അമ്മ അഖിലയെയും പങ്കാളി അഷ്കറിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തവർക്ക് നേരെ ക്രൂരമർദ്ദനം. 3 പേർ പിടിയിലായി. യുവതികളടക്കം 7 പേർക്ക് വേണ്ടി പോലീസ് ഊർജിതമാക്കി അന്വേഷണം. മരോട്ടി ചോടിൽ പോലീസിന് നേരെ യുവാക്കളുടെ സംഘം നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് യുവാക്കൾ പോലീസിനെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. പ്രതികൾ ഇഷ്ടിക ഉപയോഗിച്ച് പോലീസ് വാഹനത്തിന് ചില്ല് തകർത്തു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഉണ്ടാക്കിയ തൊടുപുഴ കുമാരമംഗലം പീഡന കേസ്. തൊടുപുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവ്. നെടുമങ്ങാട്ട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ വിറങ്ങലിച്ച് കേരളം. പിഞ്ചു ശരീരത്തിൽ 51 മുറിവുകളെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞ് കരഞ്ഞപ്പോൾ തല ഭിത്തിയിലിടിപ്പിച്ച് കൊന്നെന്ന് പ്രതി അഷ്കർ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ്. ദേഹത്തെ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചു. വീട്ടിൽ തെളിവെടുപ്പിന് ഭയപ്പെടുത്തുന്നു. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. 36 വയസ്സുള്ള ഹസീന ബീവിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുരേഷ് ഒളിവിലാണ്.